പ്രളയം തകർത്തെറിഞ്ഞ പാണ്ടനാടും ചെങ്ങന്നൂരും, കഥകളിയുടെ നാടായ കൊട്ടാരക്കര, NSSന്റെ ആസ്ഥാനമുള്ള ചങ്ങനാശ്ശേരി, മാവേലിക്കര മണ്ഡലത്തിലൂടെയുള്ള നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര കുട്ടനാട്ടിൽ നിന്നും തുടങ്ങുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. പ്രധാനമായും കൃഷിക്കൊപ്പം തന്നെ മത്സ്യബന്ധനത്തെയും ആശ്രയിച്ചാണ് ഇവിടുത്തുകാരുടെ ജീവിതം. ഏറ്റവും പ്രതിസന്ധി കുടിവെള്ളമാണ്. വെള്ളം സർവത്രയുണ്ടെങ്കിലും കുടിവെള്ളം വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാണ് ഈ മേഖലയിലുള്ളവർക്ക്. ഇപ്പം എന്താ ഇത് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ടോ? തല്ലിയിട്ടൊക്കെയാണല്ലോ. മീൻ മാത്രമേ ഉള്ളൂ, വാളയാണ്. വാള പിടിക്കുക, ഇത് ഓടിച്ച് കഴിഞ്ഞ് വല്ല കെട്ടിയൊന്നും മുട്ടി കഴിയുമ്പോൾ ഉടക്കുവല ഏതായിട്ട് പറയുന്നത്. ഉടക്കുവല. അത് ശരി. ഈ സമയത്ത് ആണോ സീസണൽ സാധനമാണോ? സീസണൊന്നുമില്ല, ഏത് സമയത്ത് വേണം. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം ആയല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂഡിലേക്ക് ശരിക്കും നിങ്ങളുടെ ഈ മാവേലിക്കര മണ്ഡലം മാറിയിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടോ? എങ്ങനെയാ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? എങ്ങനെ ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നേരത്തെ 2 തവണ ആയിട്ടുണ്ട്. 2 തവണ ആയിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കാൻ കാരണം ആയിട്ട് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? എന്തുകൊണ്ടാണ് ജയിക്കാൻ കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്? പുള്ളി ആരുടെ ആവശ്യത്തിനും ഏത് ആവശ്യത്തിനും എപ്പോഴും നമ്മൾ ചെന്ന് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കുട്ടനാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പേരാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടേത്. അദ്ദേഹത്തിന്റെ സ്മാരകം ഇവിടെ അടുത്താണ്. നമുക്ക് അതുവരെ ഒന്ന് പോകാം. കരിക്ക് ഗംഭീരകരിക്കാണ്. വരവല്ല, നാടൻ. എന്റെ മധുരമുണ്ട്. നല്ല മീശക്കെട്ടുള്ള മാമ. പ്രായമൊന്നും ആയിട്ടില്ല, അത് ചെറുപ്പക്കാരനാണ് നിങ്ങൾ. ഇലക്ഷനൊക്കെ ആയല്ലേ? ഇലക്ഷൻ കാലത്ത് എന്തൊക്കെയാ പ്രചരണം വരണത്? നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രചാരണവും ഇല്ല. നമ്മുടെ കാര്യം നടക്കണം. ഭംഗിയായിട്ട് അതാരാ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് വോട്ട്. അങ്ങനെയാണോ? പ്രളയമൊക്കെ ഉണ്ടായിട്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നാ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 നിലയുടെ മണ്ടയ്ക്കായിരുന്നേ ഉള്ളൂ. എത്ര നില? 3 നിലയുടെ. 3 നിലയുടെ മണ്ടയ്ക്കായിരുന്നു വെള്ളം. അത് ശരി. കുടുങ്ങി നീന്തണ്ടി വന്നാ? പിന്നെ റോഡ് കൊണ്ട് കഴിഞ്ഞു കൂടിയല്ലേ. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് 99 വെള്ളമാ വലുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അതൊന്നും ഇതിന്റെ ഒന്നുമില്ല. താറാവ് കൃഷി സജീവമായിട്ടുള്ള സ്ഥലമാണല്ലോ കുട്ടനാട്. ഇവിടെ കുറേ പേര് താറാവ് കൃഷി ആശ്രയിച്ച് കഴിയുന്നുണ്ട്. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, എടത്തുവയിലേക്ക് പോകുന്ന വഴിയാണ്. താറാവ് വിൽക്കുന്ന ഇടമുണ്ട്, താറാവിന്റെ ഇറച്ചിയാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട്. എടാ, കിലോ താറാവിന് ഇപ്പൊ എത്രയാ? എങ്ങനെയാ? ഒരു താറാവ് 330. കിലോ കണക്കിനല്ല? അല്ല, ഒരു താറാവാണ്. ഒരു താറാവിന് 330. ഏത് ഇന? നാടൻ ഇന? നാടൻ താറാവ്. ഇലക്ഷൻ കാലൊക്കെയാണല്ലോ നമ്മുടെ. ഇലക്ഷൻ കാലത്തൊക്കെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇവിടെ ആരും വന്നിങ്ങനെ സംസാരിക്കാറില്ല. ഇവിടുത്തെ സ്ഥിതി നമുക്ക് ഒന്നും പറയാനൊക്കാത്ത ഒരു കണ്ടീഷനാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ അങ്ങനെയുള്ള ചർച്ചകളൊന്നും വന്നിട്ടില്ല. എനിക്ക് പ്രളയത്തിന് ശേഷം പ്രളയമൊക്കെ വലിയ രീതിയിൽ വലിയ ബാധിതമായിരുന്നു. പ്രളയം ബാധിച്ചു. പിന്നെ സർക്കാരിൽ നിന്നും ഒത്തിരി ആനുകൂല്യങ്ങൾ നാട്ടുകാരിൽ നിന്നൊക്കെ ഓരോരുത്തർക്ക് വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിലൂടെ ഇലക്ഷൻ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കുട്ടനാട് മേഖലയിലാണ്. കുട്ടനാട് മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടേത്. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മൃതി കുടീരമാണ് ഇത്.
തകഴി ശിവശങ്കർപ്പിള്ളയുടെ വീടും അനുബന്ധ ഇടങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ സംരക്ഷിത സ്മാരകങ്ങളാണ്. അദ്ദേഹം എഴുതിയ രചനകളുടെ മുഴുവൻ പേരുകളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നേടിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല തകഴി ഉപയോഗിച്ചിരുന്ന ചാരുകസേരയും കട്ടിലും എല്ലാം ഇവിടെ അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം അത് നമുക്ക് കാണാൻ കഴിയും. മരണം സംഭവിച്ചത് ഈ മുറിയിൽ വെച്ചായിരുന്നു. ഇവിടെയും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. തകഴി സ്മാരകത്തിൽ നിന്നും മടങ്ങുകയാണ്. ഇനി കുട്ടനാടിൻ്റെ രാഷ്ട്രീയ ചിത്രം തേടിയുള്ള യാത്രയാണ്. മാവേലിക്കര മണ്ഡലത്തിലൂടെ ഇലക്ഷൻ യാത്ര തുടരുകയാണ്. കുട്ടനാട്ടിലെ എടത്വ മുട്ടാർ മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചുണ്ടൻ വള്ളം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വള്ളംകളി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ആ ചുണ്ടൻ വള്ളം ഒന്ന് കാണാം എന്ന് കരുതിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇത് അർത്താശ്ശേരി ഗബ്രിയൽ ചുണ്ടൻ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ ജേതാവായ ചുണ്ടനാണ്. എങ്ങനെയാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്, പൂരം സംഘടിപ്പിക്കുന്നത്, പെരുന്നാളുകൾ സംഘടിപ്പിക്കുന്നത്, അതേ ആവേശമാണ് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഈ വള്ളംകളി മത്സരത്തിൽ ഇത്തരം ചുണ്ടൻവള്ളം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത്രയ്ക്കധികം ആവേശം അവർ സൂക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് ഓരത്തായി AC കനാൽ കാണാം. AC കനാലിലൊരു കുറുകെയുള്ള പാലമാണ്. ഈ കനാല് നവീകരണം വേണമെന്നുള്ള ആവശ്യം പൊതുവെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒഴുക്ക് നിലച്ച മട്ടാണ്. മങ്കൊമ്പിലെത്തുമ്പോൾ ഇത് ഒഴുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. മാത്രമല്ല ഇവിടെ നിന്നുള്ള വെള്ളം, കുട്ടനാട്ടിലെ വെള്ളം അറബിക്കടലിലെത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കനാലുമായി ബന്ധപ്പെട്ട് വലിയ അളവിലുള്ള കയ്യേറ്റവും നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങളാണ്. ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ, എങ്ങനെയാവും ഇവിടുത്തെ ഒരു സ്ഥിതി? ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പം രണ്ട് മുന്നണികൾക്കും ബലാബലം ഉള്ളൊരു മണ്ഡലമാണ്. ഏതാണ്ടോ 6 സ്ഥലത്ത് LDFും 1 സ്ഥലത്ത് UDFുമാണുള്ളത്. കഴിഞ്ഞ 2 ടേണായി UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചു വരുന്നത്. പുതിയ മത്സരം ചിറ്റയം ഗോപകുമാറാണ്, MLA ആണ്. മത്സരം കടുക്കാൻ സാധ്യതയുണ്ട്. NDA സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകൾ ഏറി വരുന്നു. കുട്ടനാടിനെ സംബന്ധിച്ച് നമ്മൾ പോകുന്നത് തന്നെ വെള്ളത്തിലൂടെയാണ്. പക്ഷേ കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം. നാളിതുവരെയായി ഈ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാറി മാറി വരുന്ന ഒരു ആൾക്കാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാനിപ്പോൾ തൊഴിലാൻ തുടങ്ങിയിട്ട് 40 വർഷത്തിലായി. 40 വർഷമായി. എങ്ങനെ വരുമാനം? വരുമാനം വലിയ ബെനിഫിറ്റൊന്നും ഇല്ല. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. ഇപ്പം പഴയ കണക്കൊന്നും ഇല്ല. ഇത് സർക്കാരിന് മറ്റേന്ന് പറഞ്ഞാൽ നേരത്തെ സർക്കാർ വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞല്ലേ ജങ്കാറൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പം കുറച്ച് ഇതുണ്ട്. ഇത്തരം 40,000 രൂപ അവിടെ കൊടുത്തേച്ചും നമ്മൾ ഇതിലെ കിടന്ന് തൊഴിലെന്നുള്ള ഇതേ ഉള്ളൂ. എന്നാലും 16 മണിക്കൂർ പണിയെന്നനുസരിച്ചൊന്നും ഇല്ല. ഇനിയുള്ള യാത്ര ചങ്ങനാശ്ശേരിയിലേക്കാണ്. ചങ്ങനാശ്ശേരി NSSൻ്റെ ആസ്ഥാനം ഉള്ള സ്ഥലമാണ്. ഇതിനേലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷവുമായി അത്ര നല്ല സ്വരത്തിലല്ല NSS ഉള്ളത്. അതായത് നമുക്ക് ചങ്ങനാശ്ശേരി NSSൻ്റെ ആസ്ഥാനം വരെ ഒന്ന് പോയി വരാം.
ചങ്ങനാശ്ശേരിയാണ് NSSന്റെ ആസ്ഥാന മന്ദിരം ഉള്ളത്. എനിക്ക് പിറകിൽ കാണുന്നത് ആ ആസ്ഥാന മന്ദിരത്തിൻ്റെ കവാടമാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ ഈ NSS ആസ്ഥാനം നിലനിൽക്കുന്ന ചങ്ങനാശ്ശേരി ഒഴികെയുള്ള ബാക്കി 6 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഈ ചങ്ങനാശ്ശേരി CF തോമസാണ്, UDFന്റെ പ്രതിനിധിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി അത്ര നല്ല ഒരു അവസ്ഥയിലല്ല NSS ഉള്ളത്. സ്വാഭാവികമായും ഇടതുപക്ഷ വിരുദ്ധ നിലപാടാകും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ NSS സ്വീകരിക്കുക എന്നുള്ള തരത്തിലാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി നമുക്ക് ഇപ്പോൾ ഒരു ബുദ്ധ ക്ഷേത്രം കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു സംരക്ഷിത സ്മാരകമാണ്. യോഗാസനത്തിലിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയാണ്. ക്രിസ്തുവർഷം 10-ാം ശതകത്തിലാണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ട്. ഈ മേഖലയിൽ പ്രത്യേകിച്ചും ആലപ്പുഴയിലെ കരുമാടി കുട്ടൻ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേത്രങ്ങൾ, അത് ബുദ്ധമതത്തിൻ്റെ ഒരു സ്വാധീനം കേരളത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം ബൗദ്ധ സ്മാരകങ്ങൾ. എന്താ വിളിച്ചേ? ഞങ്ങൾ തടഞ്ഞു നിർത്തി എന്താ? അതെ അല്ലേ? ആ പറ, എന്താ പറയാനുള്ളത്? അടൂരിലെ MLA ആയ ചിത്രയും ഗോപകുമാറിന് വോട്ട് ചെയ്യുക എല്ലാവരും. വികസനമായിരിക്കും താങ്കൾ കൊണ്ടുവരാൻ പോകുന്നത്. LDFന്റെ വലിയൊരു സ്ഥാനാർത്ഥിയാണ്. അവന്മാര് നമ്മളെ തടഞ്ഞു നിർത്തിയതാണ്. നമ്മള് ചെങ്ങന്നൂരിലേക്ക് പോകും വഴിയായിരുന്നു, ആ സമയത്ത് തടഞ്ഞു നിർത്തിയതാണ്. വള്ളിക്കാവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത, ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണോ? അതെ 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 അല്ലേ. എന്താ ഈ കുരങ്ങുകളുടെ പ്രത്യേകത എന്താ? ആക്രമിക്കോ? നമുക്ക് അങ്ങനെ ശല്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൊടുക്കുക. ഈ കുരങ്ങന്മാരെ സംരക്ഷിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും എന്തായാലും ചെങ്ങന്നൂരിലെ മറ്റ് മേഖലകളിലേക്ക് പോവുകയാണ്. പാണ്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. നമസ്കാരം ചേട്ടാ. തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ, അപ്പം അത് കാരണം ഒന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ. മാവേലിക്കര പൊതുവെ എങ്ങനെയാ? ഒന്നും പറയാൻ പോകണ്ട, ചൂടായില്ല. ചൂടായി വരുമ്പോൾ എന്താവും സ്ഥിതി? പ്രളയമൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഈ ഭാവമാണ് ഉൾപ്പെടെ പൊരിയൂര് ഭാവങ്ങളാണ് മൊത്തം. ശരി കേട്ടോ. ചെങ്ങന്നൂരിൽ പാണ്ടനാട്ടേക്കുള്ള വഴിയിലാണ് പഴയ സുറിയാനി പള്ളിയുള്ളത്. ഏതാണ്ട് 1700-ലേറെ വർഷം ഈ പള്ളിക്ക് 1800 വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഒരു ഹൈന്ദവ തച്ചുശാസ്ത്രം ഒത്തിറങ്ങിയ വിധത്തിലാണ് ഈ പള്ളി. മാത്രമല്ല ചുമർ ചിത്രകലകളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. നിരവധി ചുമർ ചിത്രകലകളും ഇവിടെ ഉണ്ട്. എന്താ ഈ പള്ളിയുടെ പ്രത്യേകത എന്താ? ഈ പള്ളി 1700 വർഷം പഴക്കമുള്ള പള്ളിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന തച്ചന്മാർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവും ഈ ചെങ്ങന്നൂർ പഴയ സുണ്ണിനും കൂടി ഒരേ കാലഘട്ടത്തിൽ ഒരു തച്ചൻ പണിഞ്ഞതാണ്. അതിൻ്റെ ഐതിഹ്യങ്ങളായ ഈ ശ്രീരാമനും ഹനുമാനും ഇതെല്ലാം ഇവിടെ കുത്തിവെക്കാനും അന്ന് മതസൗഹാർദ്ദം ഏറ്റവും നിലനിന്ന കാലഘട്ടത്തിൽ അവർ പിന്നെ തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് പിന്നെ 25 ഏക്കർ സ്ഥലം ഈ പള്ളിക്ക് കൊടുത്ത്
പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇപ്പോൾ പല ദിക്കി കിടക്കുക. 25 ഏക്കർ സ്ഥലം കൊടുത്ത് അതിൻ്റെ ആദായം മുഴുവനും ഈ പള്ളിക്ക്. ചെങ്ങന്നൂരിൽ ഏറ്റവും അധികം പ്രളയം നാശം വിതച്ച ഇടമാണ് പാണ്ടനാട് മേഖല. ഇവിടെ വലിയ അളവിലുള്ള വെള്ളക്കെട്ടുണ്ടാവുകയും ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും പലയിടത്തും നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ പ്രളയത്താൽ നശിച്ച കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുന്ന സ്ഥിതിയാണുള്ളത്. എന്തായാലും ഇലക്ഷൻ യാത്ര ഇവിടെ എത്തിയത് ഈ പാണ്ടനാട്ടുകാരുടെ ദുരിതങ്ങൾ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. എന്തായിരുന്നു ഈ പീരീഡിലൊരു അനുഭവം? എങ്ങനെയായിരുന്നു? ഈ പീരീഡിൽ നമ്മുടെ വണ്ടിയെല്ലാം വെള്ളത്തിലായി പോയി. എന്തുകൊണ്ടായിരുന്നു? ഓട്ടോ ഇതിന്റെ അപ്പുറത്ത് ഓട്ടോ ഓടിക്കണം. ആ സമയത്ത് വെള്ളം ഇടിച്ച് പെട്ടെന്നുള്ള വരവല്ലായിരുന്നു. അപ്പോൾ വണ്ടി ഒന്നും മാറ്റാൻ പറ്റിയില്ല. അതുപോലെ തന്നെ കലങ്ങി അടിച്ച് മറിച്ചുള്ള വരവായിരുന്നു. ഈ അവിടുന്ന് കണ്ടത്തിൽ നിന്നുള്ള വെള്ളവും പാടത്തുനിന്നും ഈ ആറ്റിൽ നിന്നുള്ള വരവല്ലായിരുന്നു. ഒറ്റയടിക്ക് രാത്രി ഉണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ കാര്യം ഒരു 5 മണി 6 മണി ആയപ്പോഴത്തേക്ക് വെള്ളം ഇടിച്ച് ഈ തോട്ടിൽ നിന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് കെട്ടുപോലും ഇല്ലാത്ത ഇത് അങ്ങോട്ട് തള്ളുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങോട്ട് കയറി വെള്ളം കയറി വന്ന് 8 മണി ആയപ്പോഴത്തേക്ക് വെള്ളം പെരയ്ക്കകത്ത് ഇടിച്ച് കയറി കഴിഞ്ഞു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം മേലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഏകദേശം എത്ര ഹൈറ്റിലുണ്ടായിരുന്നു വെള്ളം? ഏകദേശം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മേളിൽ കയറി കഴിഞ്ഞു. വേണ്ടി ഷെയ്ഡ് മേളിൽ കയറി വന്നിട്ടുണ്ട്. 4 ദിവസം ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇതുങ്ങൾ ഇച്ചിരി അരിയൊക്കെ ഇട്ട് കഞ്ഞി വെച്ച് ഞങ്ങളുടെ ഈ ആമ്പിള്ളേരെല്ലാം പോയി അവിടെ നിന്നൊക്കെ പോയി പൊട്ടുകലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് പുഴുങ്ങി തിന്ന് ഇരിക്കാൻ പോലും സ്ഥലം 78 പേര് പടുത മറച്ച് അതിൻ്റെ അകത്തല്ല ഇരുന്നേ. നനഞ്ഞ് മഴയേറി ചാനും അടിക്കുമ്പം തണുത്ത് വിറച്ച് അതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. അവരങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള അന്നം തന്നു. പിന്നെ കഴിക്കാനില്ലാഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് 4ാമത്തെ ദിവസം ഞങ്ങൾക്ക് ബോട്ടുകാർ വന്ന് ഞങ്ങളെ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും പേര് അതിനകത്തൊക്കെ കുടുങ്ങി കിടക്കുമായിരുന്നു. ഒത്തിരിയും രക്ഷാപ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അലമുറയിട്ട് വിളിക്കുന്നുണ്ട്. ആരും കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ഉള്ളടെ ആയതുകൊണ്ട് ആർക്കും വന്ന് പോകുന്നുണ്ട് ബോട്ടുകാർ 4 വശത്തൂടെയും. പക്ഷെ ആരും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ദിവസം വെള്ളം പൊങ്ങി വന്ന് ഞങ്ങൾ എല്ലാവരും അപ്പുറത്തെ ഒരു വീടിൻ്റെ മണ്ടയ്ക്കാണ് താമസിച്ചത്. 4 ദിവസം അവിടെ താമസിച്ചു. 5ാമത്തെ ദിവസമാണ് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. ഒത്തിരി യാതനകൾ അവിടെ അനുഭവിച്ചു. ഇതിനുശേഷമുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഈ 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊന്നും ആവില്ല. ഒന്നും ആകത്തില്ല. സാധനങ്ങളെല്ലാം ഒരിച്ച് എല്ലാം നഷ്ടപ്പെട്ടു. തുണിഭാരം നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ഇവിടെയുള്ള ചെറുപ്പക്കാരാമ്പിള്ളേരെ ഞങ്ങൾ വണ്ടിക്കകത്ത് കൊണ്ടുപോയി ഇവരുടെ വീടില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോയേനെ. ഇവരെ പോലുള്ള എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, വിദേശത്ത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരെ ഇവരെല്ലാം. എൻ്റെ പിള്ളേരെയും കൂടെ വഞ്ചിക്കകത്ത് കയറ്റി ആദ്യം പിള്ളേരെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങളവിടെ 3 ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ 4 ദിവസം. അതിപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കുഞ്ഞുങ്ങൾ തൊട്ട്, അതായത് ഈ പിള്ളേരെല്ലാം ഉണ്ട്. വയ്യാത്തവര്, ഗർഭിണികള്, തളർന്നവര് എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് നിങ്ങളുടെ MLA കരഞ്ഞത്. ആ സമയത്ത് MLAയുടെ നല്ല പിന്തുണ. പിന്നെ ഞങ്ങൾക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പം ഞങ്ങൾ ഈ വെള്ളം പൊങ്ങി കയറിയവർക്ക് ആർക്കും പൊതുവെ പാർട്ടിയില്ല. പാർട്ടി ബേസ് ഞങ്ങൾ നോക്കുന്നേ ഇല്ല. ഞങ്ങളെ ആര് സഹായിച്ചോ ഇനിയും ഞങ്ങളെ ഇപ്പം ശതമാന ബേസ് വന്നു. ഇവിടെ ചെറിയ വീടുകൾക്ക് പൊട്ടലും ചീറ്റിലുള്ളവർക്ക് ആർക്കും 1% വന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ 1 ലക്ഷം രൂപ, 30,000 രൂപ, 60,000 രൂപ ഒക്കെ വന്നു. രണ്ട് ഈ വീട് മൊത്തം തകർന്നേ. ആ വീട് മൊത്തം തകർന്നേ. ഈ നിമിഷം വരെ 1% ബേസിൽ 10 രൂപ കിട്ടിയിട്ടില്ല. ഈ വീടെന്നല്ല, അങ്ങോട്ടും കുറേ വീടുകളുണ്ട്. ഇപ്പോഴും അതിജീവനത്തിൻ്റെ പാതയിലാണ് ഈ പാണ്ടനാട് പ്രദേശം. ഇവിടെ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രദേശവാസികൾ.
പറഞ്ഞോ മച്ചി, പ്രളയ സമയത്ത് എന്തൊക്കെയായിരുന്നു? വെള്ളം ഇവിടെ പഠിക്കാൻ ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ മോളെയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറി. അപ്പോൾ പിന്നെ വെള്ളം പരിക്കാത്തെല്ലാം ആയി ഒരുപാട് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അപ്പുറത്തെ ഒരു ടാൽസിൻ്റെ പുറത്ത് ചെങ്ങാടത്തിലാണ് പോയത് മോളെയും കൊണ്ട്. ഒരു ചെങ്ങാടത്തെ പോകാനൊക്കത്തില്ലായിരുന്നു. പിന്നെ 2 ചെങ്ങാടത്തെ കൂട്ടിക്കെട്ടിക്കൊണ്ട് മോളെയും കൊണ്ട് 3 പേര് പോയി. 3 പേരും കൂടെ ഒന്നിച്ച് പോയി. മോൾക്ക് സുഖമില്ലേ? നമുക്ക് വയ്യാത്തായി, ഒട്ടും സാധനം ഇല്ലാത്തതാണ്. ജന്മന അങ്ങനെ തന്നെയാണ്. ആ പിന്നെ അവിടെ കയറിയിട്ട് 2 രാത്രിയും 2 പകലും അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ബോട്ട് വന്ന് വൈകിട്ട് എലഞ്ഞ് സ്കൂളിൽ പോയി. വീടൊക്കെ തകർന്ന് സ്ഥിതിയായി. വീടൊക്കെ ഞങ്ങളുടെ അപ്പുറത്ത് അടുക്കളയൊന്നും ഞങ്ങൾക്കില്ല. ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പോലും കിട്ടുന്നില്ല. ഇതിനെ നോക്കുന്നതിന് പെൻഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതുമില്ല. എനിക്കും പെൻഷനില്ല. ഒരു ആനുകൂല്യം ഇല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. എന്താ മോൾക്ക് പെൻഷനുണ്ട്. അല്ല, ഞങ്ങൾക്ക് പെൻഷനാണ്. എനിക്ക് പെൻഷൻ ഇപ്പോൾ 59 വയസ്സായി. ഞാനിവിടെ കർഷകനാണ്. കുടിവെള്ളത്തിന് ഇപ്പോൾ ഒരു മാസമായി കുടിവെള്ളം വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ സൈക്കിളെ കന്നാസ് വെച്ച് കെട്ടി 1 കിലോമീറ്റർ ദൂരെ പോയി കുടിവെള്ളം കൊണ്ടുപോകും. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾ ഈ പൈപ്പുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് പൈപ്പ് ബ്ലോക്കായി പോയിട്ട് ഒരു 2-3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഇതൊന്ന് റീഓപ്പൺ ചെയ്തു തരണം. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കാലമൊക്കെ അല്ലേ? ഇലക്ഷൻ കാലത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ വന്നിട്ടില്ല. എത്തുമല്ലോ. എത്തുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. എന്താ പറയുന്നത്? എന്തൊക്കെയാ ഇവിടുത്തെ ഒരു അവസ്ഥ? എന്താ പ്രളയശേഷം? പ്രളയശേഷം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് 10,000 രൂപയിലായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ലിസ്റ്റിൽ പേരുണ്ടെന്നൊക്കെ പറയുന്നു. ഇതുവരെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും ലഭിച്ചിട്ടില്ല. എന്നും പോയി നോക്കും അക്കൗണ്ടിൽ കാശ് വന്നിട്ടുണ്ടോ എന്ന്. ഇതാ വീട്, ഞങ്ങളുടെ വീട്. വീടുകളിലൊക്കെ സ്ഥിതി ആ ഓട്ടോ ഒക്കെ വെള്ളം കയറി കിടക്കുക, മൊത്തം തകർന്ന് തരിപ്പണായി. അതെ. പ്രളയത്തിന്റെ ദുരിതമൊഴിയാത്ത ചെങ്ങന്നൂരിലെ പാണ്ടനാട്ട് നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര മാവേലിക്കര മണ്ഡലം സമാപിക്കുന്നു. അടുത്ത മണ്ഡലത്തിലേക്ക് യാത്ര തുടരുന്നു.